ഭരതനാട്യം 2 മോഹിനിയാട്ടം. റൈറ്റർ കൃഷ്ണദാസ് മുരളി, ഡയറക്ടർ കൃഷ്ണദാസ് മുരളി, പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ലിനി മറിയം, അതുപോലെ തന്നെ അനുപമ ബി നമ്പ്യാർ. 2 ലേഡീസാണ് സിനിമയുടെ പ്രൊഡ്യൂസേഴ്സ്. അതുപോലെ തന്നെ ഇതിൻ്റെ മ്യൂസിക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നത് ഇലക്ട്രോണിക്കലി. കൊള്ളാം അല്ലേ, നൈസ് പേര്. സിനിമോട്ടോഗ്രാഫി ബാലു അജു, എഡിറ്റർ ഷെഫീഖ്. സിനിമയുടെ ടെക്നിക്കൽ വശങ്ങളെല്ലാം നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ കൊള്ളാം. ഒരു സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ഒരു ക്യാരക്ടറിനെ കുറിച്ചിട്ട് നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റുന്നത്, കാരണം അതൊരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ് ഈ ഒരു സിനിമയ്ക്ക്. അതൊരു ബ്ലാക്ക് ഹ്യൂമറാണ് സിനിമ പറയുന്നത്. ഒരുപാട് സ്ഥലങ്ങളിൽ കുത്തി ഇരുന്ന് ചിരിക്കാനായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. മേക്കിംഗ് നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുറുപ്പിൻ്റെ 150ാമത്തെ ചിത്രമാണിത്. ഇതിൻ്റെ ടൈറ്റിൽ കാണിക്കുന്ന സമയത്ത് നമ്മുടെ രജനീകാന്തിൻ്റെ സിനിമ തുടങ്ങുമ്പോൾ ഒരു ടൈറ്റിൽ കാണിക്കത്തില്ലേ, സൂപ്പർ സ്റ്റാർ രജനീകാന്ത് എന്ന് പറഞ്ഞ പോലെയാണ് ഇതിനകത്ത് ടൈറ്റിൽ കാണിക്കുന്നത്. ഷൈജു കുറുപ്പ് 150ാമത്തെ ചിത്രം. അതൊരു ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ ബേബി ജാൻ, പുള്ളിയുടെ പെർഫോമൻസ് അടിപൊളിയാണ്. പുള്ളി ചില സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ നല്ല കിട്ടുമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വിനയ് ഫോർട്ട് സെക്കൻഡ് ഹാഫിലാണ് വിനയ് ഫോർട്ടിനെ കാണിക്കുന്നത്. ഒരു പോലീസുകാരുടെ ക്യാരക്ടറിലാണ് വരുന്നത്. പുള്ളി വന്നിട്ട് ഒരു 10-15-20 മിനിറ്റ് പൊള്ളിച്ചങ്ങടുക്കി. പിന്നെ നമ്മുടെ ജഗദീഷ്, പുള്ളിയും അത്യാവശ്യം ഇപ്പം നല്ല ക്യാരക്ടറുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് നല്ലൊരു ക്യാരക്ടറാണ് പുള്ളിയും ചെയ്തിരിക്കുന്നത്. ഒരുപാട് നാൾക്ക് ശേഷമാണ് കലാരഞ്ജിനിയെ കാണുന്നത്. കലാരഞ്ജിനിയുടെ കാര്യം പറയുമ്പോൾ തന്നെ ചിരിയാണ്. 2 കുടുംബങ്ങളെ ഒന്നിച്ച് കൊണ്ടുപോകുന്ന ഒരു സംഭവം, ആ കുടുംബത്തിൽ നടക്കുന്ന ചില പ്രശ്നങ്ങളും സംഭവങ്ങളൊക്കെയാണ് ഈ സിനിമ കാണിക്കുന്നത്. അത് മൊത്തത്തിൽ ഇതൊരു 2.25 മണിക്കൂർ ഒരു ബ്ലാക്ക് ഹ്യൂമർ കോമഡി സംഭവങ്ങളായിട്ട് ഇങ്ങനെ ഒരു ചില ത്രില്ലിംഗ് ഒക്കെ ആയിട്ട് സംഭവം നൈസായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് ബോറടിയോ ലാഗോ അങ്ങനെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഇതിനകത്ത് ഒരു ഡബിൾ റോളിൽ വരുന്ന സംഭവം ഉണ്ട്. അതായത് ഈ 2 കുടുംബത്തിലും ഒരേപോലെ 2 മക്കളുണ്ടാവുമല്ലോ. അപ്പോൾ അവന്മാരുടെ ചില സംഭവങ്ങളൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഇത് ഇൻവെസ്റ്റിഗേഷൻ ഒരു ചെറിയൊരു മൂടൊരു ത്രില്ലർ സംഭവമൊക്കെ ആയിട്ടാണ് സെക്കൻഡ് ഹാഫിലേക്ക് വരുന്നത്. ഫസ്റ്റ് ഹാഫ് ഫുള്ള് കോമഡിയാണ്. കലാരഞ്ജിനിയുടെ കാര്യം എടുത്തു പറയണം. കാരണം കലാരഞ്ജിനിയുടെ ചില പെർഫോമൻസ്, പുള്ളിക്കാരിയുടെ ആ മുഖത്ത് വരുന്ന ചില എക്സ്പ്രഷനൊക്കെ ഉണ്ട്. അത് നമുക്ക് കൂടുതലായിട്ട് പറയുമ്പോഴത്തേക്കും നമ്മൾ ആ കഥയിലേക്ക് അങ്ങ് കടന്നു പോകും. അതുകൊണ്ട് കഥയിലേക്ക് നമ്മൾ കടക്കുന്നില്ല. എന്തുകൊണ്ടും ഒരു വെക്കേഷൻ മൂഡ് ചിത്രം, ഒരു ഫാമിലിക്ക് തിയേറ്ററിൽ വന്ന് കണ്ട് ചിരിച്ച് മറിഞ്ഞു പോകാനായിട്ടുള്ള ഒരു സിനിമ. ലോജിക്കൊന്നും നമ്മൾ സിനിമയ്ക്കകത്ത് നോക്കണ്ട, കാരണം ലോജിക്ക് നോക്കിയിട്ട് കാര്യമില്ല. എൻ്റർടൈൻമെൻ്റ് ആണ് ഈ ഒരു സിനിമ. അപ്പം ലോജിക്കിൽ പ്രസക്തി ഇല്ല എന്നുള്ളതാണ്. അതൊന്നും നമ്മൾ നോക്കത്തില്ല. പക്ഷെ ഒരു പ്രത്യേക മേക്കിംഗ് ആണ് ഈ ഒരു സിനിമയുടെ. ഇപ്പോൾ വാഴ 2 നമ്മൾ കണ്ടതാണ്. അതിനകത്ത് അത്യാവശ്യം ഫസ്റ്റ് ഹാഫ് കോമഡി, സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് ഫാമിലിയെ ഒന്ന് പിടിച്ചിരുത്തി മനസ്സൊക്കെ ഒന്ന് കരയിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇതൊരു ത്രൂ ഔട്ട് ഒരു കോമഡി ആയിട്ട് എങ്ങനെ പോവുക സിനിമ. എന്തായാലും എനിക്ക് മോഹിനിയാട്ടം ഫസ്റ്റിനെക്കാട്ടിൽ എന്തുകൊണ്ടും ഇഷ്ടപ്പെട്ട ഒരു പോർഷനാണ് ഇതിൻ്റെ സെക്കൻഡ്. ഈ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു സംഭവം, അതിൽ നിന്നാണ് ഈ ഒരു കഥ പോകുന്നത്. അപ്പം കഥയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ സുരാജിൻ്റെ ക്യാരക്ടറൊക്കെ റിവീൽ ചെയ്തു പോകും. അതുകൊണ്ട് തന്നെ അത് പറയുന്നില്ല. സുരാജൊക്കെ പൊള്ളിയായിട്ട് ചെയ്ത് കുറേ നാൾക്ക് ശേഷമാണ് സുരാജ് നല്ല രീതിയിലൊരു കോമഡിയൊക്കെ ചെയ്യുന്നത് കാണുന്നത്. എന്നാണെങ്കിലും എനിക്ക് സിനിമ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തിയേറ്ററിൽ വന്നിരുന്ന് ചിരിച്ച് ആസ്വദിച്ച് പോകാൻ പറ്റിയൊരു സിനിമയാണ് ഭരതനാട്യം 2 മോഹിനിയാട്ടം. ഷൈജു കുറുപ്പിൻ്റെ 150ാമത്തെ ചിത്രമാണ്. കിട്ടുമായിട്ട് പുള്ളിയും പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പം സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അടുത്തൊരു സിനിമാ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ.